നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഞാനൊരു ദിവസം ടി വി നോക്കിയപ്പോൾ പത്രങ്ങളിലും വന്നു, നിങ്ങളും കണ്ടു കാണും, ഉത്തർപ്രദേശിൽ നിയമവാഴ്ചയില്ല എന്ന് സുപ്രീം കോടതി. നിയമവാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഗതിയാണ്. പോലീസുകാരനെ, ഒരു FIR രജിസ്റ്റർ ചെയ്ത പോലീസുകാരനെ വിളിച്ചു വരുത്തി അവനെ കൂട്ടി നിർത്തി ഞങ്ങളിപ്പോൾ വിറപ്പിക്കും അവന് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് വഷളാകുന്നു. ആരും നിസ്സാരക്കാരല്ല. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, പിന്നെ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ ജസ്റ്റിസ് KV വിശ്വനാഥൻ, ഈ രണ്ടുപേരുമാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോർട്ട് ക്രിട്ടിസൈസ് ദ ഉത്തർപ്രദേശ് പോലീസ് ഫോർ കൺസിസ്റ്റൻ്റ്ലി കൺവെർട്ടിംഗ് സിവിൽ ഡിസ്പ്യൂട്ട് into criminal cases, calling the practice absurd and a complete breakdown of the rule of law. While hearing a case related to cheating, the court pointed out that failing to return money does not constitute a criminal offense, highlighting the issue as a recurring problem in Uttar Pradesh. കാശ് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് സിവിൽ കേസാണ്, അത് ക്രിമിനൽ കേസായിട്ട് ഉത്തർപ്രദേശിലെ പോലീസ് എടുത്തിരിക്കുന്നു. ഇത് നിയമവാഴ്ച ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കൂടെ ഇത് സംഭവിക്കുന്നു, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറയുകയാണ്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 2 തവണ ഇത് വന്നു. 4 മാസത്തിനുള്ളിൽ 2 തവണ ഇത്തരം കേസ് വന്നെങ്കിൽ നിയമവാഴ്ച ഇല്ലെന്നാണോ അതിനർത്ഥം? ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, കേരളത്തിലെ വിഖ്യാതമായ ടി വിയിലൊക്കെ ദിവസവും വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞു, പാതി വില തട്ടിപ്പ് കേസ്. അതിലെന്താ സംഭവം? പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞു, സ്കൂട്ടർ കൊടുത്തില്ല, കാശും തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഇതാണല്ലേ ആവശ്യം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ആവശ്യം ഉന്നയിക്കാൻ പറ്റില്ല. ഞാൻ തന്ന കാശ് ഇതാടൂ എന്ന് പറയണം. അപ്പോൾ കാശ് കൊടുക്കാനുണ്ട്. ഇത് ക്രിമിനൽ കേസല്ലേ എല്ലാ സ്ഥലത്തും എടുത്തിരിക്കുന്നത്? അനന്തു കൃഷ്ണയുടെ പേരിൽ ക്രിമിനൽ കേസ്, ആനന്ദകുമാറിൻ്റെ പേരിൽ ക്രിമിനൽ കേസ്, എല്ലാം ക്രിമിനൽ കേസാണ് എടുത്തിരിക്കുന്നത്. ബട്ട് കോടതി പറയുന്നത് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ റൂൾ ഓഫ് ലോ വൈൽ ഹിയറിംഗ് എ കേസ് റിലേറ്റഡ് ടു ചീറ്റിംഗ്, വഞ്ചന, ചതി. റിലേറ്റഡ് ടു ചീറ്റിംഗ്, ദ കോർട്ട് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഫെയിലിംഗ് ടു റിട്ടേൺ മണി ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രിമിനൽ ഒഫൻസ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, കാശ് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളത് ക്രിമിനൽ കുറ്റമല്ല, അതൊരു സിവിൽ കുറ്റമാണ്. സിവിൽ കോടതിയിൽ വേണം പോകാൻ. ഇതിപ്പോൾ പാതി വില തട്ടിപ്പിൽ ഈ പ്രിൻസിപ്പിൾ, സുപ്രീം കോടതി പറഞ്ഞ പ്രിൻസിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും ഒക്കെ തുറന്നു വിടണം. ക്രിമിനൽ കേസുകളൊക്കെ ക്യാൻസൽ ചെയ്യണം. മുനിസിപ്പൽ കോടതിയിൽ പോകാൻ പറയുന്ന ആൾക്കാരോട് 10,000 പേര് 50,000 പേരോ മറ്റോ ഉണ്ട്, നിങ്ങളൊക്കെ മുനിസിപ്പൽ കോടതിയിൽ പോകണം, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പാടില്ല എന്ന് പറയണ്ടേ? ഫൈനലി വന്നു കഴിയുമ്പോൾ എന്താ, കാശ് തിരിച്ച് കിട്ടാനുണ്ട്. ഇതാണല്ലോ കേസ്. നിങ്ങൾ 60,000 രൂപയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞു, 60,000 രൂപ അടച്ചു, അയാൾ സ്കൂട്ടർ തന്നില്ല, ആ കാശ് തിരിച്ചു തരണം. ഇതാണ് നിങ്ങളുടെ കേസ്. ബാക്കിയൊക്കെ ടി വിക്കാർ വലിയ അതും ഇതും പ്രതിയെ കൊണ്ടു നടക്കുന്നതും അയാളുടെ കാലിൽ വെച്ച് കെട്ടും, അയാൾ ഇട്ടിരിക്കുന്ന ഷൂവും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സമയം പൊലിപ്പിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, 60,000 രൂപ അടച്ചു, അത് തിരിച്ചു കിട്ടണം. അത് സിവിൽ കേസല്ലേ? സുപ്രീം കോടതി ന്യായം അനുസരിച്ചാണെങ്കിൽ അത് സിവിൽ കേസാണ്. എന്തുമായിക്കോട്ടെ, അതൊരു ക്രിമിനൽ കേസായിട്ട് ഉത്തർപ്രദേശിൽ ഗൗതം ബുദ്ധ നഗറിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. ഒരു പാവത്തിന് 2 പേര് ചേർന്നിട്ട് അയാളുടെ നിന്ന് കാശ് മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു കൊടുക്കുന്നില്ല. അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു. എൻ്റെ സാറേ, എന്നെയും അവർ പറ്റിച്ചു, ഇവരെ പിടിച്ചിട്ട് എൻ്റെ കാശ് തിരിച്ചു മേടിച്ച് തരണം. FIR രജിസ്റ്റർ. ഇപ്പോൾ ഈ വിദ്വാന്മാരെന്ത് ചെയ്തു? അവരാ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്താൽ അത് തീർക്കണ്ടേ? ഇല്ല, അവർ ഹൈക്കോടതിയിൽ പോയി FIR ക്വാഷ് ചെയ്യണം, ഇത് ക്രിമിനൽ കേസല്ല, സിവിൽ കേസാണ്. ഹൈക്കോടതി പറഞ്ഞു, ഒരുമാതിരി തെമ്മാടിത്തരവും കൊണ്ട് ഇവിടെ പറ്റരുത്, മനസ്സിലായോ? ഒന്ന് നിങ്ങൾ കാശ് കൊടുത്തില്ല, പിന്നെ സിവിൽ കേസാണ്, ക്രിമിനൽ കേസാണെന്നൊക്കെ പറഞ്ഞ് തറക്കുന്നു, വേറെ പോടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവർ അലഹാബാദ് ഹൈക്കോടതി തല്ലി ഓടിച്ചു. ഇവർ സുപ്രീം കോടതിയിൽ പോയി. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുന്ന കാശ് ചിലവുണ്ടെങ്കിൽ ആ പാവത്തിൻ്റെ കാശ് കൊടുത്തു തീർക്കാം. ബട്ട് കൊടുക്കില്ല എന്ന് ഇവരുടെ വാശി. അവർ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നു. സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിട്ട് ബഹളം വയ്ക്കുന്നു. നിയമവാഴ്ച തകർന്നു,
അവർ കാശ് കൊടുക്കാനുള്ളത് ശരിയാണ്, പക്ഷേ അത് ക്രിമിനൽ കേസല്ല, അത് സിവിൽ കേസാണ്, ആറാ പോലീസ് പിടിച്ചുകൊണ്ട് വാടാ അവനെ എന്ന് പറഞ്ഞ് ബഹളം. എന്ന് മാത്രമല്ല, സ്വീപ്പിങ്ങുമായിട്ട് ഒബ്സർവേഷൻ, നിയമവാഴ്ച തകർന്നു. ഈ ഒരു കേസിൻ്റെ പേരിൽ സുപ്രീം കോടതി പറയുകയാണ് ഉത്തർപ്രദേശിൽ നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞാൽ ഈ പാതിവില തട്ടിപ്പിൻ്റെ കേസിൽ കേരളത്തെപ്പറ്റി എന്തു പറയും? 50,000 കേസോ മറ്റോ ആണ്, ഒന്നും രണ്ടുമല്ല. കേരളം മൊത്തമാണ് ആ തട്ടിപ്പ് നടന്നത്. ആ തട്ടിപ്പ് ക്രിമിനൽ കേസല്ല, സിവിൽ കേസാണെങ്കിൽ കേരളത്തിൽ നിയമവാഴ്ച എന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും, ഇല്ലേ? ബട്ട് സുപ്രീം കോടതി അത് പറഞ്ഞു. കാരണം നമ്മുടെ യോഗി ആദിത്യനാഥിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുടയുന്നത് സുപ്രീം കോടതി ഒരു സ്ഥിരം സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഏത് കേസ് വന്നു കഴിഞ്ഞാലും അവർ തുമ്മിത്തെറിച്ചിട്ട് സർക്കാരിനെ അങ്ങ് കുറ്റം പറയും. ഏതോ ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ പോലീസുകാർ ഇനി അയാൾ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വെച്ചോ, ആരെയും കുത്തുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. സിവിൽ കേസ് ക്രിമിനൽ കേസാക്കുന്നത് ആദ്യത്തെ സംഭവവുമല്ല. ഇതിലെല്ലാം ഒരു പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ നമ്മളുടെ വേലി കൃത്യമായിട്ട് അതിരിലല്ല കെട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അയൽവക്കത്തുകാരൻ ആ വേലി പൊളിച്ചു കളയുന്നു. ഇത് സിവിൽ കേസാണോ ക്രിമിനൽ കേസാണോ? ഭൂമി തർക്കമാണ്, അതൊരു സിവിൽ കേസാണ് എന്ന് വാദിക്കാം. നിങ്ങൾ കെട്ടിയ വേലി മറ്റേയാൾ പൊളിച്ചു കളഞ്ഞു, അതുകൊണ്ട് അത് ക്രിമിനൽ കേസാണെന്ന് വാദിക്കാം. ഭൂമി തർക്കം സിവിൽ കേസാകുമ്പോൾ വേലി തർക്കം ക്രിമിനൽ കേസാകും. ഇതിലേതാണ് ഇതിൽ കേസ്? പലപ്പോഴും പോലീസ് പറയും, അല്ല അത് സിവിൽ കേസല്ലേ, അതിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. വേലി പൊളിച്ചു എന്ന് പറയുന്ന ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. പുള്ളി വേലി പൊളിച്ചു, പത്തലുമൊക്കെ അവിടെ അടുക്കി തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു കേസൊന്നും സാധ്യമല്ല, നിങ്ങൾ മുനിസിപ്പൽ കോടതിയിൽ പൊക്കോ എന്ന് പറയും. ചില പോലീസുകാർ അങ്ങനെയല്ല, വേലി പൊളിച്ചത് മര്യാദകളാണ്, അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ക്രിമിനൽ ട്രെസ്പാസ്. നിങ്ങളുടെ ഭൂമിയിൽ മറ്റേയാൾ വേലി കെട്ടിയെങ്കിൽ അയാൾ പോകേണ്ടത് ഇവിടെയാണ്, സിവിൽ കോടതിയിലാണ്, മുനിസിപ്പൽ കോടതിയിലാണ്. അല്ലാതെ ഈ അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഇടപെടുകയും ചെയ്യും, ഇല്ലേ? പോലീസ് ഇടപെടുന്ന കേസുകളുണ്ട്, ഇടപെടാത്ത കേസുകളുണ്ട്. ഇതിലൊക്കെ സുപ്രീം കോടതി ഇടപെടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ സെഷൻസ് കോടതി, ജില്ലാ കോടതി, മാക്സിമം വന്നാൽ ഹൈക്കോടതി, ഇവിടം വരെയൊക്കെ പോകാവുള്ളൂ ഈ കേസുകൾ. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനം ഒക്കെ പരിശോധിക്കുന്ന കോടതിയല്ലേ, അല്ലാതെ ഇത്തരം ചീള് കേസുകളുടെ പിന്നാലെ പോയാലെങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് ഒരു നടന്ന കാര്യം പറയാം. ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സർക്കാർ കമ്പനിയാണ് കേട്ടോ. കമ്പനി മുംബൈയിലെ വേറൊരു കമ്പനിക്ക് 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് സത്യമാണ്, പക്ഷെ കൊടുക്കാൻ കാശില്ല. അപ്പോൾ അവരെ വിളിച്ച് അവതാ പറഞ്ഞ സമയം ഇതൊക്കെ അതിൻ്റെ ആഫീസർ ഞാനാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, വിടും എനിക്ക് പൈസ ആയിട്ടില്ല, കുറച്ചായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് 20 ലക്ഷം രൂപയുടെ സാധനം വീണ്ടും അതേ കമ്പനിയിൽ നിന്ന് വേണം. എന്തു ചെയ്യും? വേറെ ആരും ഇല്ല ഇത് തരാൻ. അപ്പോൾ ഞാൻ അതേ കമ്പനിയോട് സംസാരിച്ചു, ചേട്ടാ 30 തരാനുള്ളത് അവിടെ നിൽക്കട്ടെ, 20 ഇപ്പം തരാം, 20-നുള്ള സാധനം താ, 30 പഴയത് ഞാൻ കുറേശ്ശെയായിട്ട് തരാം. അയാളിത് സമ്മതിച്ചു. മുംബൈയിൽ നിന്ന് കേരളത്തിൽ വന്നു. ഞാനൊരു കടലാസിലെഴുതി ഇങ്ങനെ 30 കൊടുക്കാനുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് 20-ൻ്റെ പുതിയ ഡീൽ ഞങ്ങൾ എത്തുന്നു, ആ കാശ് അഡ്വാൻസായിട്ട് തന്നെ കൊടുക്കുന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ അയാൾ സാധനം തരും എന്നൊക്കെ പറഞ്ഞ് എഴുതി. ഞാനും ഒപ്പിട്ടു, അയാളും ഒപ്പിട്ടു. അയാൾ തിരിച്ച് ബോംബെക്ക് പോയി. ബോംബെക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ മുതലാളിമാരുടെ ഭാവം മാറി. അവർ അടുത്ത കത്തയച്ചു, തരാനുള്ള 30 ലക്ഷത്തിൽ 20 ലക്ഷം നിങ്ങൾ തന്നു, ബാക്കി 10 ലക്ഷം കൂടെ തരണം, പിന്നെ നിങ്ങൾക്ക് 20 ലക്ഷത്തിൻ്റെ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞില്ലേ, അത് ഈ 10 കൂടെ തന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആലോചിക്കാം. ചേട്ടാ ഇത് വലിയ ചതിയല്ലേ? നമ്മളൊരു വിശ്വാസത്തിൽ 30 അവിടെ നിൽക്കട്ടെ, 20 ദേ പിടിച്ചോ, 20-ൻ്റെ സാധനം താ, 30 ഞങ്ങൾ കുറേശ്ശെ തരാം എന്ന് പറയുന്ന മാന്യമായൊരു ഏർപ്പാട് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കാലുമാറി. ഇതിപ്പോൾ സിവിൽ കേസാണോ ക്രിമിനൽ കേസാണോ? ഞാൻ ചേർത്തലയിൽ ഒരു വക്കീൽ, ഞാനും എൻ്റെ മേലധികാരിയും കൂടെ വക്കീലിനെ ചെന്ന് കണ്ടു. വക്കീൽ പറഞ്ഞു, അതേ ഇത് സിവിൽ കേസാണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ല, കോൺട്രാക്റ്റാണ്.
ഇപ്പോൾ പാതിവില തട്ടിപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാം, ഇതൊരു കോൺട്രാക്റ്റാണ്. 60,000 രൂപ അടച്ചാൽ 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടർ നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു കരാർ. ആ കരാറാണ് ഈ ടീം ലംഘിച്ചിരിക്കുന്നത്. കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ്, സിവിൽ കേസാണ്. ട്രസ്റ്റ് എന്താ ഇവിടെ? ട്രസ്റ്റൊന്നുമില്ല. നിങ്ങൾ അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു, അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു കരാറുണ്ടാക്കി ഏൽപ്പിച്ചതാണ്, അല്ലാതെ അയാൾ ദൈവം തമ്പുരാനാണെന്ന് വിശ്വസിച്ചൊന്നും ഏൽപ്പിച്ചതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മോഹൻദാസിൻ്റെ ഈ കടലാസ് ഒരു കോൺട്രാക്റ്റാണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ്, സിവിൽ കേസാണ്, മുനിസിപ്പൽ കോടതിയിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു, എൻ്റെ വക്കീലെ, എനിക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് വലിയ ചീത്തപ്പേരാണ്. പലരും കമൻ്റ് അടിക്കാൻ തുടങ്ങി, ആലോചനയില്ലാതെ ചുമ്മാ 20 ലക്ഷം രൂപ എടുത്ത് ബോംബെക്കാരന് കൊടുത്ത ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നമ്മുടെ റെപ്യൂട്ടേഷന് ബാധിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഇത് ക്രിമിനൽ കേസാക്കിയിട്ട് അവരെ കൊടുക്കണം. ക്രിമിനൽ കേസായാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അവർ കേരളത്തിലെ കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം. ഏത്? അവിടുത്തെ മുംബൈയിലെ വലിയ മുതലാളിമാരാണ്, മലബാർ ഹില്ലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അവർ കേരളത്തിലെ ഒരു കൊച്ചു മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്ന് കയ്യും കെട്ടി നിന്ന് ജാമ്യം എടുത്തിട്ട് പോകേണ്ടി വരും. ഈ സ്ഥിതി വരുമ്പോഴാണ് അവർക്ക് ചൂടാവുന്നത്. അപ്പോൾ അങ്ങനെ അവരെ പിടിക്കാം. ഇതാണ് എൻ്റെ പ്ലാൻ. വക്കീൽ പറഞ്ഞു, ശരി, ഞാനൊന്ന് ആർഗ്യൂ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരുടെ വക്കീലും വന്നു, എൻ്റെ വക്കീലും വന്നു, ആടിയും ഒക്കെ ആയിട്ട് ഫൈനലി മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇത് ക്രിമിനൽ കേസാണ്, ഞാനിതിൽ നടപടി എടുക്കും എന്ന് പറയും. ഇതോടെ ബോംബെക്കാരൻ തളർന്നു. ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് ജാമ്യം എടുക്കണ്ടേ? അവർ അവിടുത്തെ വലിയ VIP-കളാണ്. കേരളത്തിൽ അവർ അറിയപ്പെടുന്നതല്ല, പക്ഷേ ബിസിനസ് രംഗത്ത്, അന്താരാഷ്ട്ര ബിസിനസ് രംഗത്ത് വരെ അറിയപ്പെടുന്ന കൊമ്പന്മാരാണ് ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാവേണ്ടത്. എന്തു ചെയ്യും? അവർ പ്ലേറ്റ് തിരിച്ചു വെച്ചു. അവർ വീണ്ടും കത്തയച്ചു, ഞങ്ങളുടെ പഴയ കത്ത് അവഗണിച്ചേക്കുക, നിങ്ങൾ തന്ന 20 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ ഇപ്പം തരാം, 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് കുറേശ്ശെയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് കൊമ്പ് കുത്തി. അങ്ങനെ ഞാൻ സാധനം മേടിച്ചു. ഇത് മേടിക്കുന്നത് എൻ്റെ സാമർഥ്യമാണ്. ബിസിനസ്സിൽ സമർത്ഥനാണ് കാര്യം നേടുന്നത്, ഇല്ലേ? ഞാൻ ന്യായം നോക്കിയിട്ട് ഇത് സിവിൽ കേസാണെന്ന് പറഞ്ഞ് മുനിസിപ്പൽ കോടതിയിൽ പോയിരുന്നെങ്കിൽ എൻ്റെ കമ്പനിയുടെ ആ കാശ് ഏത് കാലത്ത് കിട്ടാനാണ്? അത് കിട്ടാൻ പോകുന്നില്ല, സാധനവും കിട്ടാൻ പോകുന്നില്ല, വേറെ 20 ലക്ഷം അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പത്തിൽ ചാടും. അപ്പം ഞാൻ കറക്റ്റായിട്ട് എൻ്റെ വക്കീൽ അതിൻ്റെ വകുപ്പും ചട്ടവും ഒക്കെ നോക്കി കൃത്യം ഇത് ക്രിമിനൽ കേസാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെലുത്തി മജിസ്ട്രേറ്റിനെ കൺവിൻസ് ചെയ്ത് ഓർഡർ വാങ്ങിച്ച് മറ്റവനെ കീഴടക്കി. അങ്ങനെ കാശ് തിരിച്ചു പിടിച്ചു. ഇങ്ങനെയാണ് കാശ് തിരിച്ചു പിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പാതിവില തട്ടിപ്പുകാരുടെ കാര്യത്തിൽ നിങ്ങൾ സിവിൽ കേസ് മുനിസിപ്പൽ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അയാളൊരു വക്കീലിനെ വെച്ചാൽ മതി. സകല മുനിസിപ്പൽ കോടതിയിൽ ഹാജരാകാനായിട്ടൊരു 10 വക്കീലന്മാരെ അങ്ങോട്ട് ഏർപ്പാടാക്കുക. എന്നിട്ട് അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം. കാരണം അവിടെ ഈ സമൻസും അറസ്റ്റും പരിപാടിയും ഒന്നുമില്ല. മുനിസിപ്പൽ കോടതിയിൽ അവൻ നോട്ടീസ് അയക്കുമ്പോൾ അതിന് സമയം വേണം മറുപടി തരാൻ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകും ആ സാധനം. 10-40 വർഷം കഴിഞ്ഞ് പോകുന്ന സിവിൽ കേസുകൾ. ഇതുപോലെ കാശ് കിട്ടാനുള്ളവൻ പോലീസിൽ പോയിട്ട് അവൻ തലയും ചൊറിഞ്ഞ് നിന്നു. പോലീസുകാരും പറഞ്ഞു, എടോ കാശൊക്കെ കിട്ടാനുണ്ട്, പക്ഷേ ഇത് സിവിൽ കേസാണ് സാറേ, ഞാൻ പാവമാണ് സാറേ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അവസാനം അവിടുത്തെ SI തീരുമാനിക്കുന്നു, ഒരു FIR ഇട്, അപ്പം ചൂടായിക്കോളും. FIR ഇട്ട് അന്വേഷിക്കുന്നു, പോലീസ് വരും വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ ചൂടായിക്കോളും. എന്നാൽ ഈ കാശ് കൊടുക്കാനുള്ളവർ അതിലും വലിയ കട്ടയന്മാരാണ്. അവരുടെ ചെക്ക് ബൗൺസിങ് കേസ് അത് ഇതൊക്കെ വേറെയുണ്ട്. അവർ വലിയ ഫൈറ്റേഴ്സാണ്. അവർ പോലീസിനെ പേടിക്കാതെ അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് തട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇത് ചെയ്യാമോ? ഇത്തരം ചീള് കേസിലൊക്കെ പെടുത്തി ഒരു മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിയമവാഴ്ചയില്ല. കേരളത്തിൽ ഇത്രയും, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം വരെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഈ സിവിൽ കേസ് ക്രിമിനൽ കേസാക്കി മാറ്റുന്നത് ഒരു നിത്യസംഭവമാണ്. നമ്മളൊരാളുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ കൗണ്ടർ കേസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കോടതിയിൽ, ഞാൻ ഹാജരായ കോടതിയിൽ വേറൊരാളിൻ്റെ കേസ് മജിസ്ട്രേറ്റ് എടുക്കുന്നു, വായിക്കുന്നു, വക്കീലിനോട് ചോദിക്കുന്നു, എന്താ വക്കീലേ ഇത് ചെല്ലുമ്പോൾ മറ്റതിനൊരു തടയാവും അല്ലേ? ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ആരോ ഇങ്ങേർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്.
ആ കേസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസിന് പോകും, അതിന് മുമ്പ് തന്നെ എന്നെയാണ് തല്ലിയതെന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾ കേസിന് വരും. 2 കേസുമായി കഴിയുമ്പോൾ രണ്ടുപേരും വിഷമിക്കുക, അവസാനം എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് തീരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കുന്നത്. ഇത് ചെല്ലുമ്പോൾ മറ്റൊരു തടയാവും അല്ലേ? വക്കീൽ ഒന്നും മിണ്ടാതെ തലയിങ്ങനെ ഒന്ന് ചൊറിഞ്ഞു. അതൊക്കെ തന്നെയാണ് സാർ കാര്യം എന്നർത്ഥം. ഏതായാലും പുള്ളി അതിലും അങ്ങോട്ട് നടപടിയെടുത്തു. നടക്കട്ടെ, രണ്ടുപേരും കൂടെ തല്ലി എങ്ങനെയാണെന്ന് വെച്ചാൽ തീരട്ടെ എന്നുള്ള മട്ടിൽ. ഇവിടെ സംഭവിച്ചത് സുപ്രീം കോടതിയിൽ UP പോലീസിന് വേണ്ടി ഹാജരായത് ഏതോ ഒരു ജൂനിയർ വക്കീലാണ്. ഈ ജൂനിയർ വക്കീലിനോട് സുപ്രീം കോടതി ചോദിക്കുന്നു, എടോ എന്തൊക്കെയായിട്ട് തനിക്ക് കാശ് തരാനുണ്ട്, കാര്യമൊക്കെ ശരി, വാസ്തവത്തിൽ ഇതൊരു സിവിൽ കേസല്ലേ, ഇത് ക്രിമിനൽ കേസാക്കുന്നത് ശരിയാണ്? ക്രിമിനൽ എന്താ ഇതിനകത്ത്? ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ്, കാശ് തരാനുണ്ട്, ശരി, മുനിസിപ്പൽ കോടതിയിൽ പോകണം, അതല്ലേ അതിന് ന്യായം. അപ്പോൾ ഈ വക്കീൽ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എൻ്റെ വക്കീൽ അന്ന് ചെയ്ത പോലെ ഇത് സിവിൽ കേസല്ല ക്രിമിനൽ തന്നെയാണെന്ന് പറഞ്ഞ് ശക്തമായിട്ട് വാദിക്കണം. അതിന് പറ്റിയ ജഡ്ജ്മെൻറ്റ്സ്, ആയുധങ്ങളൊക്കെ കയ്യിലുണ്ടാവണം. അങ്ങനെയുള്ള ആളായിരിക്കണം സുപ്രീം കോടതിയിലൊക്കെ പോകുന്നത്. ഇതിന് പകരം ഈ വക്കീൽ പറഞ്ഞു, ശരിയാണ് സാർ, അത് സിവിൽ കേസാണ്, പക്ഷേ സിവിൽ കേസ് ഒരുപാട് താമസിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ക്രിമിനൽ കേസാക്കിയതാണ്. ജഡ്ജി അങ്ങോട്ട് തുമ്മിത്ത് കള്ളത്തരം കാണിച്ചതും പോരാ, ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇത് പറയുന്നു. സിവിൽ കേസാണ്, പക്ഷേ ഫാസ്റ്റ് ആക്കാനായിട്ട് ക്രിമിനൽ കേസാക്കി ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വേഗം കാശ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തെമ്മാടിത്തരം കാണിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചു. ആ ബഹളമൊക്കെ ന്യായമാണ്, കാര്യം ശരിയുമാണ്. ആ വക്കീൽ അങ്ങനെ പറഞ്ഞുകൂടാ. ഇനി അങ്ങനെ ആണ് കാര്യമെങ്കിൽ പോലും അത് പറയാൻ പാടില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് സുപ്രീം കോടതി ജഡ്ജിക്കും അറിയാം, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ബട്ട് ഇത് കോടതിയിൽ പറയാൻ പാടില്ലല്ലോ. ഇവനിത് പറഞ്ഞ് സുപ്രീം കോടതി ചൂടായതിലൊന്നും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നാട്ടിൽ നിയമവാഴ്ച ഇല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് ഭരണം കൊണ്ടുപോകുന്ന അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ്. അതെല്ലാവരും സമ്മതിക്കും. 66 കോടി ആൾക്കാർ പോയി വന്ന കുംഭമേള അത് നടത്തിയ മനുഷ്യനാണ്. അതിലൊരു അപകടമുണ്ടായി, കുറച്ച് പേര് മരിച്ചു, സത്യം. ബട്ട് 66,000 കോടി ആൾക്കാർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ സ്ഥലമുണ്ട് ഇവിടെ? ഇല്ലല്ലോ. നമുക്കങ്ങനെ ഒരു ഇവൻറ്റ് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നടത്തിയെടുത്ത ആളിനെ ചുമ്മാ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ചെറിയൊരു കൃത്രിമമൊന്നും പറയാൻ പാടില്ല. അതിനെ എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ളവനുമാണ്. അതാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഒരു കേസിൽ നമ്മുടെ കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് തന്ത്രം ഉപയോഗിക്കാമോ ആ തന്ത്രമെല്ലാം ഉപയോഗിക്കും. ഇപ്പോൾ ഹൈക്കോടതിയിൽ ബെഞ്ച് ഹണ്ടിങ് എന്ന് പറയും. ഹൈക്കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട് ബെഞ്ച് ഹണ്ടിങ്. നിങ്ങളൊരു കേസുമായിട്ടൊരു വക്കീലിൻ്റെ അടുത്ത് പോവുക ഹൈക്കോടതിയിൽ. വക്കീൽ കേസൊന്ന് നോക്കിയിട്ട് പറയും, അതേ ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നാരായണൻ ജഡ്ജിയുടെ മുമ്പിലായിരിക്കും ചെല്ലുന്നത്, ചിലപ്പോൾ നമുക്ക് തട്ട് കിട്ടിയെന്ന് വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഓണം കഴിയുമ്പോൾ ജഡ്ജിമാർ ബെഞ്ച് മാറും. അപ്പം നാരായണൻ പോയിട്ട് ജേക്കബ് വരും. ജേക്കബ് ഒരു ഉദാരമനസ്കനാണ്. അവതാ പറഞ്ഞു കഴിഞ്ഞാൽ, കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് വിധി തരുന്ന ആളാണ്. നിയമം അത്ര നിങ്ങൾക്ക് അനുകൂലമല്ല, എന്നാലും പുള്ളി ഒരു ലിബറൽ കാഴ്ചപ്പാടിൽ കഷ്ടപ്പെടുന്ന ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ജഡ്ജ്മെൻറ്റ് തരും. അതുകൊണ്ട് ഒരു 2 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാം. വാസ്തവത്തിൽ ഇത് ബെഞ്ച് ഹണ്ടിങ് ആണ്. വാസ്തവത്തിൽ വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ജഡ്ജ് ഓർ എ ഫേവറബിൾ ജഡ്ജ്. ഈ ജഡ്ജിമാർ മനുഷ്യരാണല്ലോ, അവർക്ക് ചില മൈൻഡ് സെറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വക്കീലന്മാർക്കറിയാം. ഹൈക്കോടതിയിൽ, ലോവർ കോർട്ടിൽ ഒക്കെ, താഴത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ പോയി നോക്കും. വക്കീലന്മാർ പറയും, അതേ ഇപ്പം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ട് കിട്ടും, ഒരു മൂർഖനാണ്, അങ്ങനെ പോയിട്ട് അടുത്ത ആരാ വരുന്നതെന്ന് നോക്കാം, ഒരു ലേഡിയാണെന്നാണ് കേട്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ ഒരു സ്ത്രീയാണല്ലോ,
നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ കോടതിയിലൊക്കെ പോയവരാണെങ്കിൽ വക്കീലന്മാരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് കേട്ട് കാണും. ഇത് സുപ്രീം കോടതിയിലും ചെയ്യാറുണ്ട്. ചില മാറ്റേഴ്സൊക്കെ നമുക്ക് ഇത് പോയാൽ കൃത്യം ഇന്ന ബെഞ്ചിൽ പോവും, ഇന്ന മാറ്റർ ഇന്ന ബെഞ്ചിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സുപ്രീം കോടതിയിലും ഇതുപോലെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് 1 മാസം വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ 1.5 മാസം വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് മൂവ് ചെയ്തിട്ട് ഒരു പ്രത്യേക ജഡ്ജി എടുത്ത് പോയിട്ട് അങ്ങേരുടെ അടുത്ത് നിന്ന് ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ചെയ്യുന്നു. ഇതൊന്നും നിയമദൃഷ്ടിയെ ചെയ്തുകൂടാത്തതാണെന്നാണ് വെയ്പ്പ്. ബട്ട് ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പിടിക്കാൻ പറ്റും? നിങ്ങൾ ഇത്രാം ദിവസം കേസ് ഫയൽ ചെയ്യണം എന്ന് ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുമ്പോഴാണല്ലോ ഞാൻ എൻ്റെ കേസ് ഫയൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വക്കീൽ ആ ജഡ്ജിമാരുടെ നീക്കമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് നാരായണൻ്റെ മുമ്പിലെത്താതെ ജേക്കബിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ട് വിധിയും വാങ്ങിച്ചുകൊണ്ട് പോകും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വിധിയിലെല്ലാം ഒരു സബ്ജക്റ്റീവ് എലമെൻ്റ് ഉണ്ട്. ജഡ്ജി ബൈ നേച്ചർ ശാന്ത സ്വഭാവികളായ ജഡ്ജിമാരുണ്ട്, ബൈ നേച്ചർ വളരെ കർക്കശക്കാരായ ജഡ്ജിമാരുണ്ട്. ഇതിൽ ആരുടെ മുമ്പിലായിരിക്കും നിങ്ങളുടെ കേസ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുക? ശാന്തസ്വരൂപൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യും. ഈ ഉടക്കനൊന്ന് പോയിട്ട് മറ്റേ ആൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പം ഇത് തീർത്തും അധാർമികമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആയിരിക്കാം. അബ്സല്യൂട്ട് തലത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെയോ ശ്രീബുദ്ധൻ്റെയോ ഒക്കെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അധാർമികമല്ലേ? മഹാത്മാഗാന്ധിയൊക്കെ അത് നോക്കാതെ പെരുമാറിക്കൊണ്ട്, മഹാത്മാഗാന്ധിയും വക്കീലായിരുന്നില്ല, ഇതൊന്നും നോക്കിയല്ല അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറൊരു തലമാണ്. സാധാരണഗതിയിൽ മനുഷ്യന് അയാൾ ആഗ്രഹിക്കുന്ന റിലീഫ് കിട്ടണം, അതനുസരിച്ച് അയാൾ പെരുമാറും. അങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ ഒരു സംസ്ഥാന സർക്കാരിനെ മൊത്തം നിയമവാഴ്ച ഇല്ല എന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയത് മഹാമോശമായി പോയി. സുപ്രീം കോടതി ഈ ഉത്തർപ്രദേശ് സർക്കാരിനോട് ഒരു ശത്രുത കാണിക്കരുത്. നമ്പർ 2, സുപ്രീം കോടതിയിലെ ഓരോ വാക്കും മീഡിയയിൽ വലിയ ഹെഡ്ലൈൻസായിട്ട് വരും. അപ്പോൾ അതും സുപ്രീം കോടതി കരുതിയിരിക്കുന്ന ആ ബെഞ്ചിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ പ്രശസ്തി കിട്ടും എന്നുള്ള വിവരം സുപ്രീം കോടതി ജഡ്ജിക്ക് അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിൽ തോന്നുന്ന വാക്കൊക്കെ വിളിച്ച് പറയുന്നത് ഒരു ജഡ്ജിക്കും ഭൂഷണമല്ല. അത് ചീഫ് ജസ്റ്റിസ് ആയാലും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയാലും ആരായാലും അങ്ങനെ ചെയ്തുകൂടാ. എത്രയോ ജഡ്ജിമാർ ഈ ഹെഡ്ലൈൻസ് വരുത്താതെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കാറുണ്ട്. അവർക്കിതുപോലെ സർക്കാരിനെ ചുമ്മാ ചീത്ത പറയുക അതൊന്നും അവർ ചെയ്യില്ല. അവർ കേസ് നോക്കി അതിൻ്റെ ന്യായം നോക്കി അതിൻ്റെ സംശയം തീർത്തു കറക്റ്റായിരിക്കും അവരുടെ ജഡ്ജ്മെൻറ്റ്. ഒരു പരസ്യത്തിനും ബഹളത്തിനും ചർച്ചയ്ക്കും അവർ പോവില്ല. അവർക്ക് പറയാനുള്ളത് അവരുടെ ജഡ്ജ്മെൻറ്റിൽ മുഴുവനുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ പോലും ആ ജഡ്ജ്മെൻറ്റിൽ അവർ ഉത്തരം കൊടുത്തായിരിക്കും എഴുതുക. അങ്ങനെ എഴുതുന്നതിനെയാണ് സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അല്ലാതെ ബഹളം വെച്ച് ടി വിയിൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കുന്നത് ജഡ്ജിമാർക്ക് ഭൂഷണമല്ല എന്ന് മാത്രം പറയുന്നു. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ തീരുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.